കാണം വിറ്റും ഓണമുണ്ടുന്ന മലയാളികൾ, അവരുടെ മാത്രം സ്വന്തമായ മലയാളം, അവരുടെ മാത്രം സ്വന്തമായ ഓണം, കള്ളവും ചതിയുമില്ലാത്ത ഐശ്വര്യവും സമ്പൽ സമൃദ്ധവും നിറഞ്ഞ ആ നാളുകൾ, അതാണ് ഓണം അല്ലേ ജോളി? അതെ, ഓണപ്പുടവ കൊടുത്ത് സന്തോഷത്തോടെ പൂവേ പൊല്ലി പാടി ആഘോഷിക്കുന്ന ഓണം ഇതാ ഇവിടെ വരവായി അല്ലേ ജെയിനി? തീർച്ചയായും. വാറ്റ്ഫോർഡ് മലയാളി അസോസിയേഷൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരവും സമ്പൂർണവുമായ ഓണാഘോഷ പരിപാടികളിലേക്ക് വാറ്റ്ഫോർഡിലെ പ്രിയങ്കരായ നിങ്ങളെല്ലാവർക്കും സ്വാഗതം. പരിപാടിയുടെ ആദ്യ ഭാഗമായി പൊതുസമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. ഇതിനായി വിശിഷ്ടാതിഥികളെ സ്റ്റേജിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണി പി മത്തായിയെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സണ്ണി പി മത്തായി. ജോയിന്റ് സെക്രട്ടറി സുനിൽ വാര്യർ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ശ്രീ സുനിൽ പി വാര്യർ. അടുത്തതായി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ സാം ജോർജിനെയാണ്. ഡോക്ടർ സാം ജോർജ്, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഈ ഓണാഘോഷ പരിപാടികൾ വൻ വിജയമാക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി എലിസബത്ത് സണ്ണിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ പരിപാടി ഒരു വൻ വിജയമാകണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥനയിൽ സഹകരിക്കണം. പരിമളമിയല ജീവിത മലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിലേ. തിരുപാദ സന്നിധിയിൽ മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ താങ്ക് യു എലിസബത്ത് സണ്ണി. അടുത്തതായി മിസ്റ്റർ സുനിൽ വാര്യരെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. വാറ്റ്ഫോർഡിലെ എൻ്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, ആദ്യമായി ഞാനിവിടെ വന്ന് ചേർന്നിരിക്കുന്ന ഡോക്ടർ സാം ജോർജ് നിങ്ങൾക്കെല്ലാം സുപരിചിതനായിരിക്കും. 32 വർഷമായി അദ്ദേഹം UK-യിലുണ്ട്. അദ്ദേഹം ഇതിൻ്റെ തുടക്കക്കാരിലൊരാളാണ്. ഈ അസോസിയേഷൻ തുടങ്ങുന്നതിന് ആദ്യമായി 9 കൊല്ലം മുമ്പ് പ്രവർത്തിച്ച അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പിന്നീട് ഇതിൻ്റെ പ്രസിഡന്റ് സണ്ണി പി മത്തായി, അദ്ദേഹവും ആദ്യകാലം മുതൽക്കേ ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ഇതുകൂടാതെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും, സത്യത്തിൽ നിങ്ങളെല്ലാവരും ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ കുടുംബത്തിലെ ഒരു ചടങ്ങാണ് ഈ നടക്കുന്നത്. എന്നിരുന്നാലും എൻ്റെ കർത്തവ്യം അനുസരിച്ച് ഞാൻ നിങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു മിസ്റ്റർ സുനിൽ. അടുത്തതായി ഓണ സന്ദേശമാണ്. ഓണ സന്ദേശം നൽകുന്നതിനായി ഡോക്ടർ സാം ജോർജിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡിയർ ഫ്രണ്ട്സ്, വാട്ട്ഫോർഡ് മലയാളി അസോസിയേഷൻ്റെ 9ാമത് ജന്മ ആഘോഷവും അതോടൊപ്പം ഓണാഘോഷവും നടത്തുന്ന ഈ അവസരത്തിൽ എന്നോട് ഒരു ഓണ സന്ദേശം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഐ ആം റിയലി പ്രൗഡ് ടു ഗീവ് ദാറ്റ് ഓണ സന്ദേശം, ദ മെസ്സേജ്. ഓണത്തിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. അതോടൊപ്പം ഗുഡ് ലക്ക് ടു വാട്ട്ഫോർഡ് മലയാളി അസോസിയേഷൻ. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇതെല്ലാവർക്കും ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു പദ്യ ശകലമാണ്. ദാറ്റ് മീൻസ് വെൻ the great king Maveli was ruling Kerala, everybody was very happy. They felt equal, happy and prosperous. Unfortunately or fortunately, Maveli was expelled to Padalam, that is supposed to be hell, I think. എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയാൻ വയ്യ. Vamanan, that is one of the gods, decided to expel him to Padala. Even though he was the best king ever for Kerala. So, luckily he was given a permission to visit Kerala for Malayalis every year. When I was a small boy, when I heard this story, honestly I thought, not happy, I was not happy, I was in fact sad. മാവേലി എന്ന മഹാരാജാവ്, കേരളത്തെ നന്നായിട്ട് ഭരിച്ച മഹാരാജാവ്, എന്തോ കാരണത്താൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. I was just wondering why these gods pushed him to the hell or Padalam. Is because even gods were jealous of him. Nowadays everybody knows Kerala is God's own country. പണ്ട് ഞാനിത് കേട്ടിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാം Kerala is God's own country. When you talk to our friends in English, friends, they all know God's own country. I am very proud of it, hearing that. At the same time, what I was just thinking, even gods didn't like somebody who is superior and people worshipped him than gods. That may be the reason why Maveli was pushed out to hell or Padalam. This may be or may not be true. Then, when I see people, the crowd now, I am so happy. 31-32 വർഷത്തിന് മുമ്പ്
ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ I could hardly see a Malayali. When I came to Watford, to be honest with you, there was not at all many people, maybe one. And now you can see so many people. I am so glad. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, there was a great poet we call in Malayalam Mahakavi, Pala Narayanan Nair. He has written a lot of poems, and one of the few lines he said, Keralam Valarunnu Paschimaghattangalil Keriyum Kairiyum. That exactly what it means is Keralam or Malayalis you can see all over the world now, and from the east coming to the west, and you can see so many people around Malayalis. What is it? He has written this quite a number of years ago. That is in fact true. ഈ സമയത്ത് ഞാൻ വേറൊരു പദ്യശകലം ആലോചിക്കുന്നത് മഹാകവി ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ഒരു 2 ലൈനുകളാണ്. ഭാരതമെന്ന് കേട്ടാൽ രോമാഞ്ചമാണ് ആസകലം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കും രക്തം സിരകളിൽ. ഭാരതമെന്ന് കേട്ടാൽ രോമാഞ്ചമാണ് ആസകലം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കും രക്തം സിരകളിൽ. What exactly it means? When I hear India, I feel really proud. When I hear Kerala, my blood in my body feels like pumping strongly. That means you feel excited. That is what exactly I feel now by looking at all my friends here. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ആ വരികൾ എത്രയോ അർത്ഥവത്താണ്. എൻ്റെ മെസ്സേജ്, I am proud to be an Indian and I am very proud to be a Malayali. Wish you all a happy Onam. God bless. Thank you, Dr. Sir. പൂർവ്വകാല ചിന്തകളിലേക്ക് ഒരു വട്ടം കൂടി നമ്മളെ മടങ്ങിപ്പോകുവാൻ സമ്മതിച്ചുകൊണ്ട് സാറിവിടെ ഉദ്ധരിച്ച പല പദ്യങ്ങളും നമ്മളേവരും സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ശരിയല്ലേ? എല്ലാവരും ഒരു വട്ടം കേരളത്തിലേക്ക് തിരികെ പോയതായി തോന്നുന്നുവോ? എല്ലാവരും ഒരു വട്ടം കേരളത്തിലേക്ക് തിരികെ പോയതായി തോന്നുന്നുവോ? And I am sure, sir, it was an excellent message for the new generation. All the kids in UK, I am sure they don't know the story behind Onam. At this time, I can say that Dr. Sam has gave a good idea about this wonderful Onam celebration. Thank you once more, sir. അടുത്തതായി ഓണാഘോഷത്തിൻ്റെ സുവനിയർ പ്രകാശനമാണ്. അതിനായി സെക്രട്ടറി ഷിബു സ്കറിയയെയും കോർഡിനേറ്റർ അബി തോമസിനെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Secretary Shibu Skaria, please come to the stage. അബി തോമസ്. Shibu Skaria, please come to the stage. ഷിബു സ്കറിയ അബി തോമസിനെ സുവനിയർ കൊടുത്തുകൊണ്ട് അതിന്റെ പ്രകാശനം ചെയ്യുന്നതാണ്. താങ്ക് യു ഷിബു ആൻഡ് അബി. വാറ്റ്ഫോർഡിലെ എല്ലാ മലയാളികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടെന്ന്. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളിലൂടെ അസോസിയേഷൻ ഒരു വലിയ മാതൃക നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതെന്താണെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമില്ലേ?
ഇല്ലേ? സൗണ്ട് കുറവാണല്ലോ. രാവിലെയാണ്, എല്ലാവരും ഒന്ന് ഉഷാറായിക്കോളൂ. ഇവർ ഒരുക്കിയിരിക്കുന്ന റാഫിൾ കൂപ്പൺ സെയിൽ വഴിയായി കിട്ടുന്ന തുകയുടെ 30% വാറ്റ്ഫോർഡ് സെയിന്റ് ലൂക്ക് ചാരിറ്റി ഫണ്ടിനായി കൈമാറുന്നതാണ്. അത് ഇവിടെ ഈ സ്റ്റേജിൽ ഈ സെയിലുകൾക്ക് ശേഷം നടക്കുന്നതാണ്. അതിനായി നിങ്ങൾ ഓരോരുത്തരുടെയും, വാറ്റ്ഫോർഡിലെ എല്ലാ മലയാളി സുഹൃത്തുക്കളുടെയും, വാറ്റ്ഫോർഡിന് പുറത്തുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളുടെയും, നോൺ മലയാളി സുഹൃത്തുക്കളുടെയും സഹകരണം പ്രത്യേകമായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ റാഫിളിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടോ? ജോളി, ആ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയുമോ? അതെന്താണ്, പറയാമല്ലോ. നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ആൻഡ് സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മെറ്റ് ലൈഫിൻ്റെ ഫീൽഡ് ഓഫീസർ ജെറിയാണ്. ഫസ്റ്റ് പ്രൈസ് 200 pounds വർത്ത് ഉള്ള ബ്ലാക്ക്ബെറിയുടെ ടാബ്ലറ്റ് ആണ്. സെക്കൻഡ് പ്രൈസ് 100 pound വർത്ത് ഡിജിറ്റൽ ക്യാമറ. തേർഡ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇഡ്ലി ദോശ ഹാരോ ആണ്. അവർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് 60 pounds വൗച്ചറാണ്. ഫോർത്ത് പ്രൈസ് 20 kg റൈസ്. എൻ്റെ ടീം ഇത്രയും വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നമുക്കായി കാത്തിരിക്കുമ്പോൾ ഇവിടുത്തെ മലയാളികൾ വളരെ ആകാംക്ഷയോടാണ് ഈ സെയിലിനായി കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇല്ലേ? ഇല്ലേ? രാവിലെ ആയതേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ഉത്സാഹിച്ചേ. ജെനി എന്തിനാണ് ഇതൊക്കെ തിരക്കുന്നത്? ജെനി ടിക്കറ്റ് വല്ലതും എടുത്തിട്ടുണ്ടോ? ഞാനാണ് ഇവിടെ ഒരു ടാബ്ലറ്റ് എന്ന് കേട്ടപ്പോൾ തന്നെ ഈ ടാബ്ലറ്റ് എന്താ എന്നറിയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ടാബ്ലറ്റ് എന്ന് കേട്ട് ഇപ്പൊ ടാബ്ലറ്റ് എന്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൂപ്പൺ വേഗം വേണമെന്നായി. ഏതായാലും അതിനു മുന്നോടിയായി നമ്മുടെ ഇവിടെ ഒരു കൂപ്പൺ സെയിൽ നടക്കാൻ പോവുകയാണ്. ലിജോസ് കറിയ കൂപ്പൺ വാങ്ങിച്ചുകൊണ്ട് ഈ റാഫിൾ സെയിൽ ഉദ്ഘാടനം ചെയ്തു. ലിജോ, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ലിജോയുടെ ഈ കൈനീട്ടം പൊലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തന്നെയുമല്ല, ഇനിയുള്ള സെയിലുകൾ ലിജോയെ ഏൽപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അത് കാര്യമായി നടത്തണം കേട്ടോ ലിജോ. UK-യിലെ എല്ലാ അസോസിയേഷനുകൾക്കും മാതൃകയായി മാറുന്ന നമ്മുടെ അസോസിയേഷന് എല്ലാവിധ ആശംസകളും. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി പ്രസിഡന്റ് സണ്ണി ബി മത്തായിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, റെസ്പെക്റ്റബിൾ മേയർ ഡൊറോത്തി ത്രോൺഹിൽ, ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ്, എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, 9 വർഷം പൂർത്തീകരിക്കുന്ന UK-യിലെ ചില അസോസിയേഷനുകളിൽ ഒന്നാണ് നമ്മുടെ വാറ്റ്ഫോർഡ് മലയാളി അസോസിയേഷൻ. വാറ്റ്ഫോർഡിൻ്റെ ചരിത്ര പാരമ്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് 9 വർഷമായി ഈ വാറ്റ്ഫോർഡിൽ നിറഞ്ഞു നിൽക്കുന്നു. വാറ്റ്ഫോർഡ് മലയാളി അസോസിയേഷന് പല പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതിനെയൊക്കെയും തരണം ചെയ്തുകൊണ്ട് ഇന്ന് വളരെയേറെ മുന്നോട്ട് കുതിക്കുകയാണ്. ഈ ഭരണസമിതി അധികാരത്തിൽ ഏറ്റ നാൾ മുതൽ വളരെയേറെ നല്ല കാര്യങ്ങൾ ഈ വാറ്റ്ഫോർഡ് മലയാളി അസോസിയേഷൻ ചെയ്തു. ഒന്നാമതായി നമ്മൾ യുഗ്മയിൽ അംഗത്വം നേടി. രണ്ടാമതായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മൂന്നാമതായിട്ട് എല്ലാം നല്ല ജനാധിപത്യ രീതിയിൽ തന്നെ ഇവിടുത്തെ അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പും എല്ലാ കാര്യങ്ങളും ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ജനാധിപത്യ രീതിയിൽ തന്നെ നടത്തുന്നു. ഇനിയും നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ബഹുദൂരം മുന്നോട്ട് പോകുവാനുണ്ട്. അതിന് നല്ലവരായ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ആവശ്യമാണ്. അതോടൊപ്പം ഞാൻ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നൽകുന്നു. അതോടൊപ്പം നമുക്ക് ലോകത്തിലുള്ള സകല മാനവരാശിയുടെയും നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, കൂപ്പുകൈ.
താങ്ക് യു മിസ്റ്റർ സണ്ണി. അടുത്തതായി നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന മഹാബലി മന്നന്റെ വരവേൽപ്പാണ്. മന്നൻ ഇവിടെ അടുത്തെത്തോ എവിടെ എത്തിയിട്ടുണ്ട്. മാവേലിയെ എതിരേൽക്കാൻ എല്ലാവരും തയ്യാറാണ്. അല്ലെ ഇച്ചിരി ഇങ്ങോട്ട് നോക്കി കൊടുത്താൽ ഒന്ന് മാറ്റിയിടണം. ഒരു മിനിറ്റ് ഓക്കെ. very first day to celebrate this festival together in one form. Please give a big applause to association, please. To start the official inauguration of this event, it's my privilege to invite Mrs. Dorothy Thornhill, Mayor of Watford Borough Council,
to come and light Onam ceremonies, traditional lamp which is called Nilavilakku. മുൻ വർഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ വർഷം അസോസിയേഷൻ ഒരു ചാരിറ്റിയെ സഹായിക്കുന്നുണ്ട്. ഞാനത് മുമ്പ് അനൗൺസ് ചെയ്തതാണ്. സെയിൻറ്റ് ലൂക്ക് ചാരിറ്റി ഫണ്ടിൻ്റെ കോർഡിനേറ്റർ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ഈ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം ചെറിയ രീതിയിൽ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. Now I would like to welcome Father David Middlebrook to come to say. Thank you for your warm welcome. My name's Dave Middlebrook. I'm the vicar at St Luke's Church on the Casbury Estate. I know Sonny and his family because they come to regularly to worship with us. So it's wonderful to be with you today. It's a day of celebration and so many smiling faces and fantastic outfits. It looks wonderful. Sonny's asked me to say a couple of things about what's called our Thanksgiving appeal. St Luke's was built in 2006 at a cost of £1.7 million. And what the congregation said is, because we want to share what we have with others, we will give away money, 10% of the cost of St Luke's, to projects across the world. And if you're interested to have a leaflet with me, last year we gave to a project in Nirikshana, which is Hyderabad, for an AIDS clinic there. And this year we're supporting a maternity unit in Malawi. If you want to know more, please look at that leaflet. And we did that because we said we are fortunate. We have a lot. We have many things in this country and in the Casbury Estate. And God asked us to share that with others. And for me, that seems to be something of your celebration today. It's about sharing happiness, celebration, and the many good things that we have. So thank you for the invitation. Look forward to the food and the celebrations later, and enjoy the rest of your day. Thank you very much, Father. May I request all guests to take seats at front row, served for all of you. എനിക്ക് എൻ്റെ പ്രജകളെയൊക്കെ ഒന്ന് കാണണം. പിന്നെ ഞാനും മറന്നുപോയി ഒരു കാര്യം ചോദിക്കാൻ. ചോദിച്ചോളൂ. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്ര കുറച്ച് ക്ലേശമായിരുന്നെങ്കിലും ഇവിടെ വന്ന് വാട്ട്ഫോർഡിലെ ഈ നമ്മുടെ പ്രജകളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞു. വാട്ട്ഫോർഡിലെ എല്ലാവർക്കും സന്തോഷമായോ? തമ്പുരാനെ, നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലെ കാര്യം ഭയങ്കര പരിതാപകരത്തിലാണ്. എന്താ എന്തൊക്കെയുണ്ടോ? അവിടുത്തെ റോഡുകളെ കുറിച്ചാണ് പറയാനുള്ളത്. റോഡിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ ഒരു നിർവാഹവുമില്ല. ഇവിടെയാണെങ്കിൽ വന്നതിന് ശേഷം നമ്മൾ യാത്ര ചെയ്ത സമയം എന്ത് സുഖകരമായിരുന്നു. പാതാളത്തിൽ അങ്ങേക്ക് പരിചയമുള്ളവരെയും കണ്ടോ? പാതാളത്തിൽ പരിചയമുള്ള ഒരാൾ ഇതിലെ എവിടെയോ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതാരാണോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹം പുറത്തതാ അവിടെ നിപ്പുണ്ട്. മാവേലി തമ്പുരാനെ, പ്രജകൾ എന്താ ആവശ്യപ്പെട്ടാലും അങ്ങ് സാധിച്ചു തരുന്ന ആളാണല്ലോ. ചോദിച്ചോളൂ. തീർച്ചയായും. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? പാട്ട് പാടാനോ? അത് മാത്രം നമ്മോട് ആവശ്യപ്പെടരുത്. വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടോളൂ. എങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും നമ്മൾ സാധിച്ചു തരുന്നതായിരിക്കും. പക്ഷേ പാട്ട് മാത്രം നമ്മോട് നിങ്ങൾ ആവശ്യപ്പെടരുത്. പക്ഷേ ഞങ്ങൾ
ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന അങ്ങനെയല്ലല്ലോ. പ്രജകൾ എന്താവശ്യപ്പെട്ടാലും അവരുടെ എല്ലാ കാര്യം സാധിച്ചു വരിച്ചിരിക്കുന്ന ഈ മഹാനായ തമ്പുരാൻ നമ്മളോട് പാട്ട് പാടില്ലെന്ന് നമുക്കൊന്ന് പാടിച്ചേ പറ്റൂ. ഒന്ന് പാടൂ തമ്പുരാനെ. ഓണപ്പൂവേ ഓമൽ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. അന്തർദാഗ സംഗീതമാ സന്ധ്യാപുഷ്പ സൗരഭമാ അന്തർദാഗ സംഗീതമാ സന്ധ്യാപുഷ്പ സൗരഭമാ അനുഭൂതികൾ പൊന്നിതളിതളാ അഴകിൽ വിരിയും തീരമിത. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഗീതാ ഗീതാ ഗീതാ. വിണ്ണിൻ ദിവ്യ ശങ്കുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ വിണ്ണിൽ ദിവ്യ ശങ്കുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ കവിതൻ ശാരിക കളമൊഴിയാ നറുതേ ചൊരിയും തീരമിത. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. വില്ലും വീണ പൊൻതുടിയും പുള്ളോ പെണ്ണിൻ മാൻകുടവും വില്ലും കൊന്ന പൊൻതുടിയും പുള്ളോർ പെണ്ണിൻ മാൻകുടവും സ്വരരാഗങ്ങളിൽ ഉരുകി വരും അമൃതം പകരും തീരമിത. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. എല്ലാവർക്കും മാവേലിയുടെ പാട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
പാട്ട് ഇഷ്ടമായോ? എങ്കിൽ എല്ലാവരും കൂടി ഒരു വലിയ കയ്യടി കൊടുത്ത് മഹാബലിനെ ഒന്ന് സന്തോഷിപ്പിക്കൂ. എല്ലാ ആഘോഷങ്ങളുടെയും ഒരു ഫലമാണല്ലോ ചെണ്ടമേളം. നമുക്കായിട്ട് ചെണ്ടമേളം ഒരുക്കിയിരിക്കുന്നത് ഈസ്റ്റ് ലണ്ടനിൽ വന്നിരിക്കുന്ന ടോമി ആൻഡ് ടീമാണ്. ചെണ്ടമേളം ഇവിടെ ആരംഭിക്കുകയാണ്.
I would like to invite Mrs. Dorothy Thornhill to say a few words to us. Before I invite her to the stage, may I say a few words about her life and political career. Mrs. Thornhill was an assistant head teacher at Queen School in Bushey for several years. In May 2002, Dorothy Thornhill became the first elected mayor of Watford Borough. Re-elected in May 2006, again in May 2010, and she was re-elected of a third time, becoming the second directly elected mayor in the UK. Please give her a big applause. The most important thing and the most wonderful thing which can happen in her life, which occurred in February 2010 at a Liberal Democratic town hall meeting. Nick Clegg named her as one of the best mayors in this country. May I take this honor to invite Mrs. Dorothy Thornhill, the mayor of Watford Borough, to say a few words. Thank you. I really don't recognise myself in what you say. That's too kind. Thank you very much. Good afternoon, everyone, and a particular good afternoon to all the young people here who are behaving so fantastically. They really are a credit to you, to all your parents. I don't think my children would be so well behaved under similar circumstances. A huge thank you for inviting me to share just a little bit of your celebrations today. So I have to say, happy Onam, is that correct? Yes, good. What I would like to say comes from my heart. As the Mayor of Watford, what I know and appreciate and value are the many different diverse communities and cultures and faiths in the town. It's easy to say that, but actually when I go somewhere else that doesn't have that, I don't feel at home. I feel that within our town we are blessed. We are blessed that people from all parts of the world can come together. In fact, when I say to people, what brought you to Watford, they usually say one of two things, love or a job. And many different, people come to our town. And I think particularly to the young people, I would like to say to them that it is really important that you know who you are, that you know where you are from and where your roots are, no matter where that is.
because only then can you be strong enough to go forward and really fulfill yourself in the place where you are. My final thoughts to you is thank you for every contribution that you make in Watford, our town, in many different ways. And today is a celebration of all that. And then I'm happy to go on to other things to celebrate within the town. We should truly be glad that people come together in Watford. I know it's not always perfect, but how good it is that we can celebrate our differences, but come together to actually for what we all believe in, which is that we live in a good place and people make it even better. So God bless you all. Thank you. Thank you so much, ma'am.